പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുവെന്നാണ് റാപ്പർ വേടനെതിരായ പുതിയ പരാതി. ഇത്തവണ ദേശീയ അന്വേഷണ ഏജൻസിക്കാണ്, അതായത് NIA-ക്കാണ് പരാതി പോയിരിക്കുന്നത്. 4 വർഷം മുമ്പത്തെ അധിക്ഷേപ പരാമർശത്തിൽ കടുത്ത നടപടി വേണം എന്നതാണ് ആവശ്യം. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് NIA-ക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. 4 വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് BJP നേതാവിന്റെ പരാതി. വിശ്വ ഹിന്ദു പരിഷത്ത് മുഖ്യ രക്ഷാധികാരി KP ശശികലയും RSS മുഖപത്രം കേസരിയുടെ മുഖ്യ പത്രാധിപർ NR മധുവും ജാതീയവും വംശീയവുമായ പരാമർശങ്ങൾ വേടനെതിരെ നടത്തിയിരുന്നു. CPIM-ഉം കോൺഗ്രസും വലിയ പിന്തുണ നൽകിയതോടെ വേടനെതിരായ ആക്രമണം സംഘപരിവാർ സംഘടനാ നേതാക്കൾ കൂടുതൽ ശക്തമാക്കുക കൂടിയാണ്. ഇന്ത്യയിലെ തീവ്രവാദ വിരുദ്ധ കുറ്റാന്വേഷണ ഏജൻസിക്ക് തന്നെ അവർ പരാതി നൽകി. വേടനെ കേസുകളിൽ കുടുക്കി പാട്ടുകളിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണോ ഉദ്ദേശം? പുതുതലമുറ വേടൻ പാടുന്ന രാഷ്ട്രീയം കേൾക്കുന്നതിനെ ഭയക്കുന്നുണ്ടോ ഇവർ? കണ്ടുവരാം RDX. പ്രധാനമന്ത്രി അധിക്ഷേപിക്കൽ, ജാതി വിദ്വേഷം വളർത്തൽ, രാജ്യത്തിന്റെ ഐക്യം തകർക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് BJP കൗൺസിലറുടെ പരാതിയിലുള്ളത്. പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവനാണെന്നും പേരെടുത്ത് പറയുന്ന വലിയ അധിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ. അടിമത്തം സമൂഹത്തിൽ എന്നേ അവസാനിച്ചതാണെന്നും രാജ്യത്തിപ്പോൾ ജാതി വിവേചനമില്ലെന്നും മിനി. തിരുത്തുക തന്നെ വേണം. ഇത്തരത്തിലുള്ള മോശമായ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു വിടുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല വേടനെ ജാതീയമായും വംശീയമായും അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരുന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നു. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും വേടന്റെ പിന്നിൽ വിഘടനവാദികളാണെന്നും RSS മുഖപത്രം കേസരിയുടെ മുഖ്യ പത്രാധിപർ NR മധുവും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വർഷങ്ങൾക്ക് മുൻപ് വേടൻ എഴുതിയ റാപ്പ് സോങ്ങിലെ വരികൾ ചൂണ്ടിക്കാട്ടി BJP പരാതിയുമായി രംഗത്തെത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പാലക്കാട് BJP-യുടെ കൗൺസിലറാണ് പരാതിക്കാരി. വേടനെതിരെ NIA-ക്ക് പരാതി നൽകിയത് മോദിയെ കപട ദേശവാദി എന്ന് പാട്ടിലൂടെ വിശേഷിപ്പിച്ചു എന്നാരോപിച്ചാണ്. മിനി കൃഷ്ണകുമാറാണ് പരാതിക്കാരി. വാളെടുത്തവനാണെന്നും പേരെടുത്തു പറയുന്ന വലിയ അധിക്ഷേപമുണ്ട് എന്നുമാണ് പരാതി. അടിമത്ത വ്യവസ്ഥിതി നമ്മൾ എന്നേ അവസാനിപ്പിച്ച കാര്യമാണ്. ദോഷകരമായ സന്ദേശം വേടൻ പുതുതലമുറയ്ക്ക് എത്തിക്കുന്നു. വേടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു രാജ്യത്താണെങ്കിൽ ജയിലിൽ കിടന്നേനെ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വേടനെതിരെ പിന്നീട് മിനി കൃഷ്ണകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരു സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഈ ഒരു വേടനെതിരെയുള്ള ഒരു വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് എന്ന് വ്യക്തമാണ്. വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നാണ് കേസരി പത്രാധിപർ NR മധു പറഞ്ഞത്. വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നാണ് KP ശശികല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ വേടനാണോ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നും ശശികല ചോദിച്ചു. ശ്രീലങ്കൻ പാരമ്പര്യവുമായി വന്ന് കേരളത്തെയും വിഘടിപ്പിക്കാൻ സമൂഹത്തെ എറിഞ്ഞു കൊടുക്കണോ എന്ന ചോദ്യമാണ് ശശികല ഉന്നയിച്ചത്. ഈ റാപ്പ് ചെയ്യേണ്ട എന്ന പ്രസ്താവന, ശശികലയുടെ പ്രസ്താവന ധാർഷ്ട്യമാണ് എന്നാണ് വേടൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നത്. നമ്മളത് കണ്ടതാണ്. ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എന്ന് റാപ്പർ വേടൻ പറഞ്ഞു. തീവ്ര ഹിന്ദുത്വവും ജനാധിപത്യവും തമ്മിൽ കുലബന്ധം പോലുമില്ല. റാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധവുമാണെന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായിട്ട് ഇപ്പോൾ ഈ പരാതിയുടെ വിവരങ്ങളുമായി അജിത്ത് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കാനിടയായ സാഹചര്യം പ്രത്യേകിച്ച് എങ്ങനെയാണ് മിനി കൃഷ്ണകുമാർ വിശദീകരിക്കുന്നത്? പാലക്കാട്ടെ കോട്ട മൈതാനത്തുണ്ടായ പരിപാടിയുമായി ബന്ധപ്പെട്ട് BJP ഇത്തരത്തിൽ പട്ടികജാതി പട്ടിക വികസന വകുപ്പിനോട് ഇത്തരത്തിൽ നഷ്ടപരിഹാരത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മിനി കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ഹർഷൻ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയോ ഒരു പേരിന് വേണ്ടിയോ ഉള്ള പരാതി അല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഒരു പ്രൊഫഷണൽ പരാതിയാണത്. ആ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഘടന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ചുമ്മാ തയ്യാറാക്കിയ പരാതിയല്ല, മറിച്ച് പ്രൊഫഷണലായി തന്നെ തയ്യാറാക്കിയ ഒരു പരാതിയാണ് ഇപ്പോൾ NIA-ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും ആ പരാതിയിൽ പറയുന്നത്. 1, പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു. 2, ജാതി വിദ്വേഷം വളർത്തുന്നു. അതുകൂടാതെ 3-മതായി രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് മിനി കൃഷ്ണകുമാർ തന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത്.
നമ്മളിതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചപ്പോൾ ചോദിക്കുകയുണ്ടായി, ഏത് ഘട്ടത്തിലാണ് ഈ പരാതി നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ 4 വർഷം മുമ്പുള്ള ഒരു പരാതി ഇതൊരു വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അന്ന് അത് കേട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ താൻ പരാതി നൽകിയിരുന്നതിന് ഇപ്പോഴാണ് ഇത് കേട്ടത്, അതുകൊണ്ട് ഇപ്പോൾ പരാതി നൽകി, വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൂടാതെ നമ്മൾ അതിന് കൂടെ തന്നെ അവരോട് ചോദിച്ചത് ജാതി വിദ്വേഷം വളർത്തുന്നു എന്ന് പറയുന്നല്ലോ, രാജ്യത്തെ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ജാതീയമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നില്ല, അടിമത്തമൊക്കെ എന്നേ അവസാനിച്ചതാണ് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു പ്രസിദ്ധമായ എഴുത്തുകാരൻ്റെ ഒരു നോവലിലെ ഒരു പ്രധാനപ്പെട്ട വരിയുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കുമെന്ന് പറയുന്നത്. അതേപോലെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ജാതിയുമായ പ്രശ്നങ്ങളൊക്കെ രാജ്യത്താകെ അവസാനിച്ചു എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറയാമെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറയുന്ന വേടൻ്റെ കവിത, ഈ റാപ്പ് വലിയ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് കാണാത്തവർക്ക് കൂടുതൽ ആളുകൾ യൂട്യൂബിൽ പോയി വിവാദമുണ്ടതിന് ശേഷം വീണ്ടും തിരഞ്ഞു കാണുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഈ കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുമെന്നും ഞാൻ പാണനല്ല, പറയനല്ല, പുനയിലല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യമൊക്കെ ഉൾപ്പെടുന്ന വരികൾ ഇപ്പോൾ വീണ്ടും ആളുകൾ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിവാദമൊക്കെ ആകെ ഉണ്ടാക്കുന്ന ഒരു കാര്യം. വേടന്റെ വരികൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയമായി ഒരു തരത്തിലും BJPക്ക് വേടൻ പറയുന്ന വാക്കുകളോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എവിടെയാണ് ജാതി എന്ന് മിനി കൃഷ്ണകുമാർ ഇന്നിപ്പോൾ ചാനലുകളിൽ ചോദിക്കുന്നത് ഞാനും കേട്ടു. ഈ പാലക്കാട് നിന്ന് തന്നെ ഇന്ന് അജിത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കാണുമ്പോൾ ആ വാർത്തയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി കാണിച്ചാൽ മതിയല്ലോ എന്നെനിക്ക് തോന്നി. കാരണം അവിടുത്തെ പൊതുശ്മശാനത്തിൽ, മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പൊതുശ്മശാനത്തിൽ NSSന് അവരാവശ്യപ്പെട്ട പ്രകാരം 20 സെൻറ്റ് പ്രത്യേകം അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നൽകാൻ ആ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് സമുദായം തിരിച്ച്, ജാതി തിരിച്ച് ആ മൃതദേഹങ്ങൾ പോലും കൈകാര്യം ചെയ്യണമെന്ന തരത്തിലേക്ക് ആലോചിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഉണ്ടാവുന്നത് എന്ന കൗതുകം കൂടി ഇപ്പോൾ പറഞ്ഞു പോകണം. തീർച്ചയായിട്ടും ഉറപ്പായും അത് പറഞ്ഞു പോകേണ്ടത് തന്നെയാണ്. അത് ഇന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നമായിട്ടുണ്ട്. ആളുകളൊക്കെ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ മാട്ടുമന്തയിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതിന് നഗരസഭ നൽകിയ ഉത്തരവും, അതായത് നഗരസഭ അതിൽ പറയുന്നത് അതിൽ അസ്വാഭാവികമായ യാതൊരു നടപടിയുമില്ല, ഇത്തരത്തിൽ NSS ഒരു ആവശ്യം ഉന്നയിച്ചു, അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഒരു പൊതു പ്രശ്നത്തിൽ അത്തരത്തിൽ വേർതിരിച്ചുള്ള ജാതീയമായ കോളങ്ങൾ വന്നാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ അപകടം. അതിലെ പൊതുപ്രവർത്തകരൊക്കെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ നമ്മളൊരു ജാതി കാലത്തിലേക്ക് തിരിച്ചു പോകും, ജാതി വിദ്വേഷത്തിന്റെ കാലത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ് ഈ പൊതുപ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഹർഷൻ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ജാതി ഇല്ല എന്ന് പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട്, അങ്ങനെ ഒരു നഗരസഭയിൽ നിന്നുകൊണ്ടാണ് മിനി കൃഷ്ണകുമാർ രാജ്യത്ത് ജാതി ഇല്ല എന്ന് പറയുന്നത് എന്നുകൂടി പ്രത്യേകതയുണ്ട്. ജാതി വിദ്വേഷമില്ല. അതിലൊരു കാര്യം ഇപ്പോൾ പൊതുവെ അജിത്ത് ഇപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ജാതീയമായ ഈ വേർതിരിവുകൾ അനുഭവിക്കുന്നവർ, മറ്റെന്തെങ്കിലും തരത്തിൽ ആ നിലയ്ക്ക് സാമൂഹ്യമായ നീതി നിഷേധിക്കപ്പെടുന്നവരൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പൊതുവെ ഉയർന്ന ഒരു സംഗതി, ജാതിയില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ജാതി ഇല്ല എന്ന മട്ടിലാണ് അതിനെ വിമർശിക്കുന്നവർ കാര്യങ്ങൾ പറയുക. അങ്ങനെ എങ്ങനെ സാധ്യമാകും എന്നുള്ള സംശയം എപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇവരൊക്കെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ ഈ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർ ജാതിവാദികൾ എന്ന് വളരെ നിസ്സാരമായി ഇവർ മുദ്ര കുത്തിയേനെ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. ഉറപ്പായിട്ടും കേരളത്തിന്റെ നവോത്ഥാന നായകർ നടത്തിയിട്ടുള്ള സംഭാവനകളുടെ ഇടപെടലുകളിലൊക്കെ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ സമൂഹത്തെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിതിരിച്ചിട്ടുള്ള ഇടപെടലുകളായിരുന്നു. ആ മാറ്റങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് കേരളത്തിനെ കേരളമാക്കാൻ അടിസ്ഥാനപരമായ അതിന്റെ അടിസ്ഥാനപരമായ ഘടകം അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരത്തിലുള്ള പൊയ്കേൽ യോഹന്നാന്റെ പാട്ട് കേരളത്തിലെ റാപ്പ് ഷോയിൽ പാടാൻ ധൈര്യം കാണിക്കുന്ന ആളാണ് വേടൻ. അത് ചെറിയ കാര്യമല്ല. നമുക്കറിയാം, കേരളത്തിന്റെ 10,000 വരുന്ന വേദിയിൽ ആ പാട്ട്
പാട്ടുകൾ പാടാൻ ധൈര്യം കാണിക്കുന്ന ആളാണ് റാപ്പർ വേടൻ. അതുകൊണ്ട് തന്നെ വേടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മാത്രമല്ല ഈ പ്രതികരണവുമൊക്കെയായി ബന്ധപ്പെട്ട് വേടനോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് പോലെ ഒരു വൈകാരികമായ പ്രതികരണമല്ല വേടൻ ഇതിനൊന്നും നടത്തുന്നത്. മറിച്ച് ഇത് എന്നോട് മാത്രമുള്ള പ്രശ്നമല്ല, അതൊരു പൊതു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ മറുപടിയിലെ പക്വതയടക്കം വളരെ എടുത്തു പറയേണ്ടതാണ്. അത് രാഷ്ട്രീയമായി തന്നെ വിലയിരുത്താനുള്ള വേടന്റെ ശേഷി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് BJPക്കുള്ളിലുള്ള സവർണ മനോഭാവമാണ് ഈ വേടനെതിരെയുള്ള ഇത്തരത്തിലുള്ള കാരണങ്ങൾക്ക് കാരണം എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിവിടെ ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് വേടൻ ആക്രമിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. വേടനോട് പറയുകയാണ്, റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനോട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്നതേ പാടാവൂ, നിങ്ങൾ ഇന്നതേ പറയാവൂ, നിങ്ങളുടെ ജോലി ഇതാണ് എന്ന് പറയുന്നതിന് സമാനമായ ഒരു കാര്യം തന്നെയാണ്. ജാതി എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ മാത്രം എഴുതി വെക്കുന്ന ഒന്നല്ല, അത് എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒന്നാണ്. മറിച്ച് സ്കൂളുകളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പങ്കിട്ട് കഴിച്ചിട്ടുള്ള പൊതിച്ചോറിൻ്റെ മനോഹാരിതയൊന്നും സമൂഹത്തിലില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓരോ സ്ഥലങ്ങളിലും ജാതിയുണ്ട്. ആ ജാതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അനുഭവിക്കാത്തവർക്ക് വേണമെങ്കിൽ പറയാം ഇതൊന്നും ജാതിയില്ല എന്ന് പറയാം. പക്ഷേ അനുഭവിച്ചവരെ സംബന്ധിച്ച് ജാതി എന്ന് പറയുന്നത് അജിത്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് NIAക്ക് മുന്നിലാണ്. അതിന് കുറെ കൂടി ഗൗരവ സ്വഭാവം ഉണ്ടാവും എന്ന് കരുതാം. നേരത്തെ അജിത്ത് പറഞ്ഞ പോലെയാണെങ്കിൽ വളരെ പ്രൊഫഷണലായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പരാതി എന്ന നിലയ്ക്ക് തന്നെയാണല്ലോ പറയുന്നത്. മാത്രമല്ല അവിടെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ബെഞ്ചിന് 37,000 രൂപയും ഒരു വേസ്റ്റ് ബിന്നിന് ഏതാണ്ട് 10,000 രൂപയും ഒക്കെ ഈടാക്കുന്ന തരത്തിലാണ്, അതോ 6,000 രൂപയോ ഇങ്ങനെ വേസ്റ്റ് ബിന്നിന്. എന്തായാലും ആ നിലയ്ക്ക് വലിയ കണക്കൊക്കെ കൊടുത്താണ് അതിൽ നഷ്ടപരിഹാരം 6,000 രൂപ വേസ്റ്റ് ബിന്നിന്. അപ്പോൾ വലിയ തുകയൊക്കെ കാണിച്ചാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ സംശയം ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന വരികൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണെന്ന് പറയുന്നു. പക്ഷേ മുൻ പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് ഇവരെക്കുറിച്ചൊക്കെ നടത്തിയ പരാമർശങ്ങളുണ്ടല്ലോ, ഇതേ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ. അത് ഇപ്പോൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് എത്ര പേരുടെ ഭാഗത്തു നിന്ന് എത്ര ഉന്നതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഒരു മുൻകാല പ്രാബല്യത്തോടെയുള്ള അന്വേഷണത്തിന് പരാതി പോവേണ്ടതല്ലേ? അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് വേടനെ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നു, പിന്നാലെ നടന്നു വേട്ടയാടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു പണ്ടത്തെ 5 വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത പിന്നീട് അതിൻ്റെ റിവേഴ്സ്ഡ് വേർഷൻ ഇല്ലാത്ത ചില വാചകങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് വാർത്തയാക്കി അതിനുശേഷം അത് വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്ന രീതിയിൽ പ്രചരണം നടത്തി അതിനുശേഷം NIAക്ക് പരാതി നടത്തി അതൊരു പ്രൊഫഷണലായി തന്നെ കൈകാര്യം ചെയ്ത ഒരു കാര്യമാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഹർഷൻ, ഇത് യാദൃശ്ചികമായ ഒരു വാർത്തയിൽ പേര് വരാൻ വേണ്ടി നൽകിയ പരാതിയല്ല, പ്രൊഫഷണലായി വേടനെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ഇടപെടൽ തന്നെയാണ്. NIAക്ക് മുമ്പിൽ ആ പരാതി എത്തുമ്പോൾ സ്വാഭാവികമായും NIA അത് ഗൗരവമായി തന്നെ പരിശോധിക്കും. കാരണം അതിൻ്റെ സാഹചര്യങ്ങൾ ഈ പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് NIAയും പ്രൊഫഷണലായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നടപടി അടക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ചോദ്യം ഇതാണ്, ഒരു വിമർശനം ഉന്നയിച്ച ഒരാളെ പ്രത്യേകിച്ച് ഒരു കലാരൂപത്തിലൂടെ അതിൽ ഇന്നയാളാണെന്ന് കൃത്യമായൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും അത് ഇന്നയാളാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പരാതി നൽകി ആ പരാതി വലിയ തരത്തിൽ ഒരാളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു കലാകാരനെതിരെ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യം കൂടിയാണ്. തീർച്ചയായും പ്രേക്ഷകർക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാനുള്ള ഒരു വിഷയം ഞാൻ പറയാം. അതായത് മുഹമ്മദ് സുബൈർ ഉണ്ടല്ലോ, ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം കുറച്ച് നാൾ ജയിലിലൊക്കെ ആയിരുന്നു. അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ വളരെ കാലം മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ട്വിറ്ററിൽ ഒരു തമാശ പോസ്റ്റ് ചെയ്തു. ഒരു ഹോട്ടലിൻ്റെ പേര് ഹണിമൂൺ ലോഡ്ജ് എന്നുള്ളത് ഹനുമാൻ ലോഡ്ജ് എന്ന് ആയി മാറിയതിനെക്കുറിച്ച്. അത് അദ്ദേഹത്തിൻ്റെ തമാശയായിരുന്നില്ല, അത് മുമ്പൊരു സിനിമയിലുണ്ടായിരുന്ന ഒരു ദൃശ്യമാണ്. ആ ദൃശ്യമാണ് ഈ മുഹമ്മദ് സുബൈർ ട്വിറ്ററിൽ അന്ന് പങ്കുവച്ചത്. ആ പങ്കുവച്ച ആ ട്വീറ്റ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് സുബൈർ ഇങ്ങനെ വ്യാജ പ്രചാരണങ്ങളും നുണപ്രചാരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പൊളിച്ചു തുടങ്ങിയപ്പോൾ ഈ പഴയ പരാതി ഉയർന്നു വരികയായിരുന്നു. ഇതിപ്പോൾ കേരളമായതുകൊണ്ട് ഒരു പരിധിവരെ ആശ്വസിക്കാം, ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന്. മുഹമ്മദ് സുബൈറിനെ ഒക്കെ വേട്ടയാടിയ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഇതത്ര നിസ്സാരമായി ചർച്ച ചെയ്തു പോകാവുന്ന കാര്യങ്ങളല്ല. കാരണം വേണമെങ്കിൽ കൃത്യമായ ഭരണകൂട നടപടി ഈ വിഷയത്തിലൊക്കെ ഉണ്ടായേക്കാം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം
5 വർഷം മുമ്പ് വേടൻ എഴുതി സംഗീതം നൽകിയ പാട്ടാണ്. 5 വർഷങ്ങൾക്കിപ്പുറം ചില നേതാക്കൾക്ക് ഇത് തോന്നുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന പാട്ടാണ് എന്ന്. 5 വർഷം മുമ്പും ഈ പാട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ഏകദേശം 13 മില്യൺ ആൾക്കാരാണ് യൂട്യൂബിൽ മാത്രം ഈ പാട്ട് കേട്ടത്. അന്നൊന്നും തോന്നാതിരുന്ന വിമർശനം പൊടുന്നനവേ ഒരു BJP നേതാവിനുണ്ടായി എന്നത് കുറച്ച് അതിശയോക്തി ഉണ്ടാക്കുന്നതാണ്. ഈ പരാതി അത്ര നിഷ്കളങ്കമാണ് എന്ന് RDX കരുതുന്നില്ല. അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാട്ടായ റാപ്പ് പാടി ആരാധകരെ ഉണ്ടാക്കിയ തെളിച്ചത്തോടെ രാഷ്ട്രീയം പറയുന്ന വേടൻ എന്ന ദളിത് ചെറുപ്പക്കാരനെ തീവ്രവാദിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അയാൾ പാടുന്ന പാർട്ടുകളിൽ പോളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, അത് നിറയുന്നുണ്ട്. അത് പുതുതലമുറയിൽ ഭൂരിഭാഗവും ഏറ്റുപാടുന്നുണ്ട്. അതിൽ വിമർശിക്കാനുള്ള വകയുണ്ട്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പക്ഷേ ഈ നിലയ്ക്കുള്ള പരാതികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഗൗരവമുള്ള കാര്യമാണ്. വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്നവർ അംബേദ്കറെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവർ വേടൻ പാട്ടുകൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. 5 വർഷം മുമ്പിറങ്ങിയ ഒരു പാട്ടിപ്പോഴും അങ്ങനെ ആളുകളെ കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ, ചിലരെ എങ്കിലും ഇങ്ങനെ വിളറി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ 50 വർഷം കഴിഞ്ഞാലും അതേ വരികൾ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതാണ് RDXന് പറയാനുള്ളത്.